എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഓലക്കുടിലിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ബാബു ഇവിടെ നിന്ന് കൂലിപ്പണിക്കായി ഇത്തരത്തിൽ പോവുകയും പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം കാണാതാവുകയും ചെയ്തത്. തുടർന്നാണ് ഈ ബന്ധുക്കളടക്കം തിരച്ചിൽ നടത്തുകയും പിന്നീട് പാലോട് മങ്കയം അടിപ്പറമ്പ് വനത്തിൽ കുറച്ച് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. തുടർന്ന് ബന്ധുക്കളെത്തി ഇത് ബാബുവിൻ്റെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ സമയത്ത് മൃതദേഹം കണ്ടെടുത്തുന്ന സമയത്ത് ഉദ്യോഗസ്ഥർക്ക് വനത്തിൽ കയറി ചെല്ലാൻ മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികളും മൃതദേഹം അവിടെ നിന്ന് എടുക്കുന്നതിനും സാധിച്ചില്ല. കാരണം ഈ ബഫർ സോണിനുള്ളിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത്. അത് പുറത്തെടുക്കുക വലിയ ശ്രമപ്പെട്ട പണിയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ശാസ്ത്രനടയിലെ വീട്ടിൽ നിന്നും പണിക്ക് അടിപ്പറമ്പ് ഉള്ള ബന്ധുവീട്ടിൽ നിന്നും പിന്നീട് മങ്കയത്തേക്ക് പോവുകയും ചെയ്തത്. ഇതിനൊരു വനപാതയുണ്ട്. ഈ വനപാത വഴി വളരെ വേഗത്തിൽ ഈ പ്രദേശത്തേക്ക് എത്താമെന്നുള്ളത് കൊണ്ടാണ് ഈ ആനത്താര അടക്കം ഉൾപ്പെടുന്ന പ്രദേശം വഴി ബാബു പോയതെന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഒരു 3 കിലോമീറ്റർ ഉണ്ട്. ഉള്ളു വനത്തിനകത്താണ് ആന ചവിട്ടിയത് തന്നെ. നട്ടലൊക്കെ ഒടിഞ്ഞ് ഇരിക്കുകയാണ്. തല എന്ന് പറയുന്നത് മൊത്തം സെറ്റായി ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല, എല്ലാം ഇങ്ങനെ ഉടഞ്ഞ് തന്നെ ചപ്പിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു 4-5 മണിയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആനശല്യമാണ്. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് രാവിലെ ഒരു 8 മണിയായപ്പം പോലീസും ഫോറസ്റ്റും പിന്നെ ഇവിടെ നാട്ടുകാരും പിന്നെ അവരെ ബന്ധുക്കളും മക്കളും ചേട്ടന്മാരനിയന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പോയി അവിടെ പോയി അവർ തിരിച്ച് അവരെല്ലാം അറിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ പോയ കൂട്ടത്തിൽ അവിടെ എത്തിയ സമയത്ത് ഇന്ന് വിളിക്കണേന് മുമ്പ് ആന അവിടെ വന്ന് ഈ പുള്ളിക്കാരൻ്റെ ഇന്നലെ അവർ കണ്ടതിന് ശേഷം ഈ പുള്ളിക്കാരൻ്റെ ഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എല്ലാം വലിച്ച് ചെന്ന പിന്നെ ആക്കി. അവിടെയും പോയിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ തിരക്കം ചെയ്തപ്പോൾ ഇന്ന സ്ഥലത്ത് ഓടി ദൈവാദനം പോലെ കണ്ടു കിട്ടി. ഇനി നമുക്ക് അതിൽ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഈ 4 കുട്ടികൾക്ക് ആശ്രയമുള്ളവനാണ് ഈ കൂലിപ്പണിക്ക് ഇറങ്ങിപ്പോയവൻ. അവൻ ഇനി ഇല്ലാതെ ഈ കുടുംബം ഇനി എങ്ങനെ കഴിയുമെന്നാണ് അവരെല്ലാം നിലവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ആ നിലവിളി ഇനി എങ്ങനെ നിർത്തുമെന്ന് ആണ് നമുക്ക് അറിയാനുള്ളത്. എന്തായാലും ഈ 4 മക്കളടങ്ങുന്ന കുടുംബത്തിന് ഏക ആശ്രയമായിരുന്നു ബാബുവാണിപ്പോൾ നിലവിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ എന്തായാലും ആ കുടുംബം വലിയ ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. വന്യജീവി സംഘർഷങ്ങൾ ഈ പ്രദേശത്ത് നിരന്തരം ഉണ്ടാകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഈ പ്രത്യേകിച്ച് ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിലും ദുരിതത്തിലുമാണ് ജനങ്ങൾ കഴിയുന്നത്.